ഇന്ന് ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 2 ഗോളിന് വിജയിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകൾ നേടിയതും മലയാളി താരങ്ങളായിരുന്നു. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ 2 ഗോളുകളും ഹെഡർ ഗോളുകളുമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു താരമാണ് കരീം ബെനാറിഫ്. കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് മത്സരത്തിൽ കളിച്ചതെങ്കിലും മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. കരീം ബെനാറിഫ് പോയതിനു ശേഷം മിഡ്ഫീൽഡ് അല്പം ഡൗൺ ആയതുപോലെ തോന്നിയിരുന്നു. നിഹാൽ സുദേശും അതുപോലെ തന്നെ വിപിൻ മോഹനനുമാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത്. മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയ ഒരു താരമായിരുന്നു വിപിൻ മോഹനൻ. എന്തായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ കൂടുതലും ഡിഫൻസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ തീർത്തും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച ലാസ്റ്റ് 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് അൺബീറ്റൻ ആണ്. ടീമിലെ എല്ലാ താരങ്ങളും നല്ല എഫേർട്ട് ഇട്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്തുള്ള ജംഷഡ്പൂർ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകപക്ഷീയമായ 2 ഗോളിന് പരാജയപ്പെടുത്തിയത്. ഇന്നത്തെ ഈ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഇപ്പോൾ 8 പോയിന്റുകൾ. മാത്രമല്ല മത്സരത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നപ്പോൾ സ്റ്റീഫൻ എസയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക.